വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ലാംപ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻകാൻഡസൻറ്റ് ബൾബുകളെ കുറിച്ചാണ്. ഇൻകാൻഡസൻറ്റ് ലാംപ്സ് അതെങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. അതായത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ കോയിൽഡ് ഫിലമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ ഫിലമെൻറ്റ് ചൂടാക്കും. ആ ഫിലമെൻറ്റിലൂടെ കറണ്ട് പോകുമ്പോൾ ദാറ്റ് വിൽ ഗെറ്റ് ഹീറ്റഡ് അപ്പ്. അത് ചൂടായി അവസാനം അത് വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇത്തരം ബൾബുകളുടെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചൂടായതിന് ശേഷമാണ് ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ചൂടാകാനുള്ള എനർജി, ഹീറ്റ് എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. ആ എനർജി എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മുടെ പവർ സപ്ലൈ നിന്നാണ് എടുക്കുന്നത്. അത് ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ലൈനിൽ കുത്തുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് കറണ്ടായിട്ടോ ഒക്കെയാണ് അതിൻ്റെ എനർജി ഉപയോഗിക്കുന്നത്. ഹീറ്റ് എനർജി, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് അത്രയും കറണ്ട് അത് എടുത്താൽ മാത്രമേ അത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആ ഹീറ്റ് കൂടിയാണ് പിന്നെ അവസാനം ലൈറ്റ് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. മനസ്സിലായി? അപ്പോൾ അത്രയും ഹീറ്റ് നമുക്ക് വളരെ നഷ്ടമാണ്. കാരണം നമ്മളത് ഹീറ്റ് എങ്ങും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻകാൻഡസൻറ്റ് ബൾബുകൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തൊട്ട് നോക്കിയാൽ നല്ല ചൂടായിരിക്കും. ഇൻകാൻഡസൻറ്റ് ബൾബുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ഊരിയെടുക്കാനൊന്നും പറ്റില്ല, കൈപൊള്ളും. മനസ്സിലായി? അത്രയും ഹീറ്റ് അത് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും എനർജി നമ്മളുടെ പോവുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഡിസ്ചാർജ് ബൾബ്സ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ലാംപ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ലാംപ്സ് എന്ന് നോക്കാം. പല ടൈപ്പ് ഡിസ്ചാർജ് ലാമ്പ് ഉണ്ട്. ലെറ്റസ് കീപ്പ് ഇറ്റ് എസ് സോഡിയം വേപ്പർ ലാമ്പല്ലോ. ഇവിടെ നമ്മൾ മെർക്കുറിയും രണ്ടും കൂടി പറയണ്ട, സോഡിയം വേപ്പർ ലാമ്പ്. കാരണം മെർക്കുറി നമ്മൾ ഫ്ലോറസൻ ലാമ്പിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലോറസൻ ലാമ്പ്, കോമ്പാക്റ്റ് ഫ്ലോറസൻ ലാമ്പ്, CFL എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന LED ബൾബുകൾ. പക്ഷേ ഈ LED ബൾബുകൾ ഈ കാറ്റഗറിയിൽ വരില്ല, ഡിസ്ചാർജ് ലാമ്പിൽ വരില്ല. നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ അത് അവിടെ എഴുതിയിട്ടാണ്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇന്ന് നോക്കാം. നിങ്ങൾ ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പ്സ്. ആർക്ക് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, കോമ്പാക്റ്റ് ഫ്ലൂറസൻ ലാമ്പ്സ്. അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചില ആറ്റത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഡിയം ആറ്റം എടുത്തെന്നിരിക്കട്ടെ. സോഡിയം ആറ്റം, ഈ സോഡിയം ആറ്റത്തിന് ഇങ്ങനെ ഔട്ടർ ഷെൽ, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ട് അല്ലേ? എത്ര ഷെല്ലുണ്ടെന്നൊന്നും എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്നിരിക്കുക, 2 ഇലക്ട്രോൺസ്. ഇതിൻ്റെ പ്രത്യേകത, ഇത്തരം എല്ലാ ആറ്റത്തിനും ഉള്ളൊരു പ്രത്യേകതയാണ്, അതിന് എവിടെ നിന്നെങ്കിലും എനർജി നമ്മൾ അഡീഷണലായിട്ട് കൊടുത്താൽ, വല്ല ചൂടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് ആ എനർജി വലിച്ചെടുക്കും. ഹീറ്റാണെങ്കിൽ ഹീറ്റ് എനർജി, ആ ഹീറ്റ് എനർജി വലിച്ചെടുത്തിട്ട് ദാറ്റ് വിൽ, അപ്പോൾ പിന്നെ ഇതിന് ഈ ഇലക്ട്രോണിന് ഈ ഷെല്ലിൽ നിൽക്കാൻ പറ്റില്ല, ഫസ്റ്റ് ഓർബിറ്റിൽ നിൽക്കാൻ പറ്റില്ല, ഹൈ എനർജി ആയിക്കഴിഞ്ഞ്. സോ ദാറ്റ് വിൽ ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ. അത് 1 2 ലെവൽ ചിലപ്പോൾ മേളിൽ ചാടും, അല്ലെങ്കിൽ ഒരു ലെവൽ ചാടും. അതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചാടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ല. ആ ഇലക്ട്രോൺ ഉടനെ തന്നെ തിരിച്ച് ചാടി ഇപ്പുറത്തോട്ട് വരും. ഇറ്റ് വിൽ കം ബാക്ക്. ഇവിടെ നിന്ന് കുറച്ച് എനർജി നമ്മൾ കൊടുത്തപ്പോഴാണ് അത് ഇങ്ങോട്ട് ചാടിപ്പോകുന്നത്. തിരിച്ച് ചാടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ എനർജി തിരികെ പുറത്തോട്ടും വിടും. ആ എത്ര എനർജി അത് വലിച്ചെടുത്തോ അത് അത്രയും തന്നെ പുറത്തോട്ട് വിടും. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഹീറ്റ് എനർജി ആയിട്ടാണ് അത് കൊടുത്തതെന്ന് വിചാരിക്കുക. ഒരു സോഡിയം മോളിക്യൂളിനെ നമ്മൾ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എക്സൈറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അങ്ങോട്ട് ചാടി വേറെ ഷെല്ലിലേക്ക് പോകും. അവിടെ നിന്ന് ഇറ്റ് വിൽ കം ബാക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിച്ചു തരുന്ന എനർജി, ഇത് ഹീറ്റാണ് നമ്മൾ കൊടുത്തത്, തിരിച്ചു തരുന്ന എനർജി ഹീറ്റ് ആയിരിക്കണം എന്നില്ല, ഹീറ്റ് ആയിരിക്കില്ല. പകരം ദാറ്റ് മേ ഗീവ് ലൈറ്റ്. അത് തരുന്നത് ലൈറ്റായിരിക്കും, ലൈറ്റ് എനർജി ആയിട്ടാണ്.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ്, ലൈറ്റ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് രശ്മികളെല്ലാം തന്നെ എനർജികളാണ്. അത് എനർജിയാണ് അതിനകത്തുള്ളത്. അതെല്ലാം തന്നെ വേവ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഇൻഫ്രാറെഡ് ബാൻഡ് വിഡ്ത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ നിങ്ങൾ അഡീഷണലായിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഹീറ്റായിട്ട് കൊടുത്താൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഇത് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ, എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ വേറൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ടായിരിക്കും പുറത്തോട്ട് വരിക. അല്ലാതെ അതേ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റായിട്ടല്ല പുറത്തോട്ട് വിടുന്നത്. ചിലപ്പോൾ ലൈറ്റായിട്ട് വിടും, ചിലപ്പോൾ അൾട്രാ വയലറ്റായിട്ട് വിടും, ചിലപ്പോൾ ഇൻഫ്രാറെഡ് തന്നെ വേറൊരു റേഞ്ചിൽ വിടും. ഇങ്ങനെ പല രീതിയിൽ വിടും. അപ്പോൾ ഇതിനെയാണ് ഈ എക്സൈറ്റേഷൻ ആൻഡ് റിലീസ് ഓഫ് എനർജി. എക്സൈറ്റ് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലോട്ട്, സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഏത് എനർജിയാണ്? നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എനർജി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആറ്റങ്ങൾക്ക് ചില ആറ്റത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. എല്ലാ ആറ്റവും ഇതുപോലെ തന്നെ എനർജി റിലീസ് ചെയ്യും. പക്ഷേ ചില എലമെൻറ്റിൻ്റെ ആറ്റത്തിന് ആ ലൈറ്റ് എനർജി പുറത്തോട്ട് വിടാനുള്ള കഴിവുണ്ട്. ഇത് ലൈറ്റായിട്ട് പുറത്തു വിടാനുള്ള കഴിവുണ്ട്. അതിനെയാണ്, അങ്ങനത്തെ ഒരു എലമെൻറ്റാണ് സോഡിയം. പിന്നെ വേറൊരു എലമെൻ്റ് ഉണ്ട്, മെർക്കുറി. മെർക്കുറിയെ സംബന്ധിച്ചിടത്തോളം അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടന്നു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന ഹീറ്റായിട്ടുമല്ല, പകരം അത് അൾട്രാ വയലറ്റ് റേസായിട്ട് വിടും. അപ്പോൾ അത് ഇതല്ല മോളിക്യൂൾ, അപ്പോൾ വേറെയാണ്, മെർക്കുറിയാണ്. മെർക്കുറിക്ക് അൾട്രാ വയലറ്റ് രശ്മികളായിട്ടാണ് അത് പുറത്തേക്ക് വിടുന്നത്. ഒരു ചെറിയ ഹൈ പ്രഷറിൽ വരുമ്പോഴത്തേക്ക് ഇൻഫ്രാറെഡ് വിസിബിൾ സ്പെക്ട്രം വരും. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് വേണം നമുക്ക് ആർക്ക് ലാമ്പ് എന്താണെന്നുള്ളത്, ഡിസ്ചാർജ് ലാമ്പ് എന്താണെന്നുള്ളത് പഠിക്കാൻ. അതേപോലെ തന്നെ കാർബൺ ആറ്റത്തിനും ഇതുപോലൊരു കഴിവുണ്ട്. കാർബൺ അതും വിസിബിൾ സ്പെക്ട്രം തരും. അതായത് ലൈറ്റായിരിക്കും, നമുക്ക് കാണാൻ കഴിവുള്ള ലൈറ്റായിരിക്കും പുറത്തേക്ക് തരിക. അപ്പോൾ ഇതിങ്ങനെ ചില എലമെൻസിന് ഇത്തരം ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആർക്ക് ലാമ്പിലേക്ക് പോകാം. ലെറ്റ് us move to ആർക്ക് ലാമ്പ്. ആർക്ക് ലാമ്പിലേക്ക് പോകാം. ഈ ആർക്ക് ലാമ്പ് എന്താണെന്ന് വെച്ചാൽ 2 കാർബണിൻ്റെ കഷ്ണങ്ങൾ എടുക്കും. അതിങ്ങനെ പോയിൻ്റ് ചെയ്ത് വയ്ക്കും. ഇത് കാർബൺ ആയിരിക്കും, ഇതും കാർബൺ. ഇത് 2 കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതൊരു വോൾട്ടേജ്, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ഞാനിപ്പോൾ വോൾട്ടേജ് കൊടുക്കുന്നതിന് വെറുതെ ബാറ്ററി മാത്രമേ വരക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ജസ്റ്റ് തുടിയിച്ച് വയ്ക്കും. ആദ്യം തൊട്ടില്ല എന്നുള്ള രീതിയിൽ വയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ പതിയെ ഒരു സ്പാർക്ക് ഉണ്ടാകും, ഒരു തീ ഉണ്ടാകും. ആ തീ ഉണ്ടാകുന്ന കാര്യം, ഇത് മുഴുവൻ പോസിറ്റീവ് ചാർജാണ്. ഈ ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് ഈ ടിപ്പ് തൊട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ മുട്ടിച്ച് നിൽക്കണ പോലെ വെച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് പതിയെ ചാടി, ഇത് പോസിറ്റീവ് ചാർജല്ലേ, അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ ചാടി അങ്ങ് പോകും. ആ പോകുന്നതിനെയാണ് സ്പാർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതായത് ഏതെങ്കിലും മേഘങ്ങൾ ചാർജ് ചെയ്യപ്പെട്ടാൽ 2 മേഘങ്ങളാകാം, ഒന്ന് പോസിറ്റീവ് മേഘവും മറ്റൊന്ന് നെഗറ്റീവ് മേഘമായിട്ട് ചാർജ് ചെയ്യപ്പെട്ടാൽ അത് തമ്മിൽ അടുത്ത് വരുമ്പോൾ തമ്മിൽ ഡിസ്ചാർജ് നടക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ചാർജ്. ആ ഡിസ്ചാർജ് നടക്കുമ്പോൾ ലൈറ്റും ഇതൊക്കെ ലൈറ്റ് അങ്ങോട്ട് കണ്ടുവരുവാനും ഉണ്ടാവും, ഒരു സ്പാർക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ ഇടിമിന്നലായിട്ട് കാണുന്നത്. ഇവിടെ ചെറിയ തോതിലുള്ള ഒരു ഇടിമിന്നൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കും, കാർബൺ റോഡ് അടുപ്പിച്ച് മുട്ടിക്കുമ്പോൾ. അപ്പോൾ എന്ത് പറ്റും? അതിന് നല്ല ചൂടാണ്. ആ ലൈറ്റ് ഹീറ്റും കൂടിയാണ്, നല്ല ചൂടുണ്ടാകും. ഈ ചൂട് കൊള്ളുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കാർബൺ ആറ്റം, ഇതിനകത്തുള്ള ഈ ടിപ്പിൻ്റെ അകത്തുള്ള ഈ കാർബൺ ആറ്റം പതിയെ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അത് ആവിയായിട്ട്, ആവി പോലെ വേപ്പറൈസ് ചെയ്ത്, കാർബൺ തരിയല്ല, കാർബൺ മോളിക്യൂൾസ് ഇങ്ങനെ വേപ്പറൈസ് ചെയ്യും. ഈ കാർബൺ ആറ്റത്തിനും ഈ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ചൂടിങ്ങനെ വലിച്ചെടുത്തിട്ടാണ് ഇതിങ്ങനെ ഉരുകി പോകുന്നത്. ഒരല്പം ഇങ്ങനെ ഉരുകി ഇങ്ങനെ വരും, അതായത് വേപ്പറായിട്ട് വരും.
ആ സമയത്ത് ഈ കാർബൺ മോളിക്യൂളിനും കാർബൺ ആറ്റത്തിനും ഈ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇലക്ട്രോൺസ് അടുത്ത ഷെല്ലിലേക്ക് ചാടും ഈ ചൂട് എനർജി, ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട്. ഇവിടെ ഒരു ഹീറ്റ് ഉണ്ടാകുന്നില്ല, ആ മിന്നലുണ്ടാകുമ്പോൾ, ആ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ഹീറ്റ് ഉണ്ടാകും. ആ ഹീറ്റ് കൊണ്ട് കാർബൺ ഒന്ന് ഉരുകി വേപ്പറാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ എനർജി ഉപയോഗിച്ച് ഇത് എക്സൈറ്റഡ് ആകുകയും ചെയ്യും. ദിസ് കാർബൺ ആറ്റം ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ സെൻഡ് ബാക്ക്. ഇത് തിരിച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വിടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതെടുത്ത എനർജി ദാറ്റ് വിൽ ബി റിലീസ്ഡ് ആസ് വിസിബിൾ സ്പെക്ട്രം ലൈറ്റ്, വൈറ്റ് ലൈറ്റായിട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈറ്റ് കാണും. ആദ്യം ഒരു മിന്നലുണ്ടാവും, ഒരു മഞ്ഞ കളറിലെ സ്പാർക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് വൈറ്റ് ലൈറ്റായിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. കാരണം ഈ ഇവിടുത്തെ കാർബൺ എല്ലാം കൂടി ഉരുകി കാർബൺ വേപ്പർ അവിടെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫിഷ്യൻസിയിൽ വൈറ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാർബൺ റോഡ് പതിയെ പുറകിലോട്ട് മാറ്റും. ഇത് പതിയെ ഇങ്ങനെ അകത്തി കൊടുക്കും. കണ്ട, ഇത് തമ്മിലുള്ള അകലം കൂട്ടിക്കൊടുക്കും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള, അപ്പോൾ ആ സ്പാർക്ക് അങ്ങനെ തന്നെ ചൂടായി ഇങ്ങനെ കാർബൺ വേപ്പറുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം കാർബൺ വേപ്പറുകളാണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ കാർബൺ വേപ്പറുകളാണ്. ഈ വേപ്പറുകളുടെ ഇടയിലൂടെ അത് ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതേപോലെ ഇവിടെ നിന്നൊരു സ്പാർക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ആർക്ക് ലാമ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്ക് ലാമ്പ് ഒരു 2 കാർബൺ റോഡുകൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ട് തൊട്ടില്ല എന്നും പറഞ്ഞ് വെക്കും. വെച്ചിട്ട് ആദ്യം ഒരു സ്പാർക്ക് ഉണ്ടാക്കും. അത് ചൂടായി കാർബണിൽ നിന്ന്, കാർബൺ ആറ്റത്തിൽ നിന്ന് നമ്മൾക്ക് ലൈറ്റ് കിട്ടി തുടങ്ങുമ്പോൾ ഈ കാർബൺ റോഡ് കുറേശ്ശെ അകത്തി കൊടുക്കും. അപ്പോൾ ഈ നീളത്തിൽ ഈ വെള്ള ലൈറ്റ് നമുക്കിവിടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ സിനിമാ കൊട്ടകളിലാണ്, സിനിമാ തിയേറ്ററുകളിൽ. നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ചാൽ അവർ പറയും പണ്ടത്തെ ഇതിൽ സിനിമാ കൊട്ടകളിൽ, തിയേറ്ററുകളിൽ ഈ പ്രൊജക്ടർ റൂമിന് പുകക്കൊഴലും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല അങ്ങനെ. പുകക്കൊഴലും കൂടി ഉണ്ടാവും. അവിടെ ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നല്ല തെളിച്ചമുള്ള സ്ക്രീനിൽ വന്ന് വീഴുമ്പോൾ നല്ല വൈറ്റ് ലൈറ്റ് തന്നെ വന്ന് വീഴണം ഫിലിമിൻ്റെ പുറത്ത്, എന്നാലേ അത് പ്രൊജക്റ്റ് ചെയ്ത് സ്ക്രീനിൽ വീഴുള്ളൂ. അപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ആവശ്യമാണ്. ആ സമയത്ത് ഈ കാർബൺ ആർക്ക് ലാമ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തിനാണ് പുകക്കുഴലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആകുമ്പോൾ ഈ കാർബൺ പതിയെ ഉരുകി നല്ല പുകയും ഉണ്ടാവും ഇതിനകത്ത്. ഈ ലൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിലിങ്ങനെ പുകയുണ്ടാവും. ആ പുക പോകാനായിട്ടാണ് ചിമ്മിനി ഉണ്ടാക്കിയിരുന്നത്, പുകക്കുഴലുണ്ടാക്കിയിരുന്നത്. അപ്പോൾ പണ്ട് സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്, സിനിമ പ്രൊജക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് കാർബൺ ആർക്ക് ലാമ്പാണ്. അപ്പോൾ ഈ കാർബൺ ആർക്ക് ലാമ്പിൻ്റെ പ്രത്യേകത ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ കാർബൺ റോഡ് രണ്ടും കൂടി അടുപ്പിച്ച് വെച്ച് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പാർക്ക് ഉണ്ടാകും. ഉടനെ തന്നെ പതിയെ ഇതിങ്ങനെ സ്ക്രൂ ആൻഡ് പിനിയൻ ഉണ്ട്, ആ സ്ക്രൂ ഉപയോഗിച്ച് പതിയെ അകത്തി കൊണ്ടുവരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വൈറ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഫിലിം പ്രൊജക്ഷൻ നടക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ കാർബൺ കത്തി ഇത്രയാകും. അപ്പോൾ ഈ അകലം കൂടും. ഒരുപാട് അകലം കൂടിക്കഴിഞ്ഞാലും കത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്രകാശം കുറയാൻ തുടങ്ങും. ആ സമയത്ത് ഇയാളുടെ ജോലി, ഇയാളപ്പോൾ ഏത് സമയം പ്രൊജക്ടറിൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കണം പ്രൊജക്ടർ റൂമിലിരുന്ന്. അയാളുടെ ജോലി അത് പിന്നെ അടുപ്പിച്ച് കൊടുക്കുക, എന്നാൽ ബ്രൈറ്റ് ലൈറ്റ് വരും. അയാൾ നോക്കിയിരുന്നില്ലെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പോകാൻ തുടങ്ങും പണ്ട്, അതിന് വെളിച്ചം കുറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ പ്രൊജക്ടറിലിരിക്കുന്ന റൂമിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇത് കുറഞ്ഞിട്ടാണ്. അയാൾ ഓടി വന്ന് അത് ശരിയാക്കിക്കും. അപ്പോൾ ആർക്ക് ലാമ്പ് ഈസ് യൂസ്ഫുൾ ലൈക്ക് ദിസ്. ഇത് കൂടാതെ ഇത് തന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ആർക്ക് ലാമ്പ് സിനിമ പ്രൊജക്ഷന് വേണ്ടി മാത്രമല്ല, ഇത്തിരി പുകയുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു വലിയ ഇത് കണ്ടുപിടിച്ച കാലത്ത് ഒരു വലിയൊരു ഏരിയയൊക്കെ ലൈറ്റപ്പ് ചെയ്യണമെങ്കിൽ ആർക്ക് ലാമ്പ് ഉപയോഗിച്ചിരുന്നു. ദിസ് ഈസ് ആർക്ക് ലാമ്പ്. അവിടെയും എന്താ നടക്കുന്നത്, ഇത് തമ്മിൽ ദർ വിൽ ബി എ ഡിസ്ചാർജ്. ഇതുപോലെ ഒരു മിന്നൽ ഉണ്ടാക്കിയിട്ടാണ് അത് നടത്തുന്നത്. സോ ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഡിസ്ചാർജ് ലാമ്പ്. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ഒരു ഡിസ്ചാർജ് ഓഫ് ചാർജസ്
ചാർജുകളുടെ ഒരു കൈമാറ്റം നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെളിച്ചം ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ചാർജ് ലാമ്പ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ലാമ്പിലേക്ക് വരാം, സോഡിയം വേപ്പർ ലാമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു സോഡിയം ആറ്റത്തിന് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതായത് അത് ലൈറ്റ് ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ഹീറ്റ് റേഡിയേഷൻ വലിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഹീറ്റ് വലിച്ചെടുത്തിട്ട് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ലൈറ്റ്. ആ ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ ലൈറ്റായിട്ട് വരും. അപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ്, ഞാൻ ആ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ സിംബോളിക് ഇത് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അല്ല ലാമ്പ് കറക്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും ഞാൻ വരച്ച് കാണിക്കുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പടമുണ്ട്. ഇതിനകത്ത് ആ ലാമ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീൽഡ് ക്വാർട്സ് ട്യൂബിലാണ്. ക്വാർട്സ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ഉണ്ട്. ആ ക്വാർട്സ് ഗ്ലാസ്സിലാണ് ഇത് 2 ഇലക്ട്രോഡുകൾ വയ്ക്കുന്നത്. ഇനി ഈ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം വേപ്പർ ആയിക്കഴിഞ്ഞാലേ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായി കഴിഞ്ഞാലേ ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുള്ളൂ. സോഡിയം പക്ഷെ മെറ്റലാണ്. അപ്പോൾ സോഡിയം മെറ്റലായതുകൊണ്ട് തന്നെ അതിനെ ആദ്യം ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റണം, അതിനെ ചൂടാക്കണം. പക്ഷേ നമുക്കിപ്പോൾ സോഡിയം ലാമ്പ് എടുത്തിട്ട് ആദ്യം തന്നെ സോഡിയം ഇതിനകത്തിട്ട് നമുക്ക് ചൂടാക്കാനൊന്നും പറ്റില്ല, നമുക്ക് പോയി ചൂടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫിലമെൻ്റ് കൊടുക്കും. ഇതിനകത്ത് ആദ്യം തന്നെ ഫില്ല് ചെയ്യുന്നത് ആർഗൺ എന്നും പറയുന്ന ഒരു ഗ്യാസാണ്. ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യും. ഈ ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു എ സ്മോൾ ഹീറ്റർ ഓൾസോ. ആദ്യം ഈ ഹീറ്റർ അങ്ങോട്ട് പ്രവർത്തിപ്പിക്കും. അപ്പോൾ അതങ്ങോട്ട് ചൂടാകുമ്പോൾ ഈ ആർഗൺ ഗ്യാസിനൊരു പ്രത്യേകതയുണ്ട്. ആർഗൺ ഗ്യാസ് പതിയെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഇത് തമ്മിൽ ദർ വിൽ ബി എ സ്മോൾ ഡിസ്ചാർജ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും. ഈ ഡിസ്ചാർജ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും പെട്ടെന്ന്. ഈ സമയത്ത് നമ്മൾ കുറച്ച് സോഡിയം ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. സോഡിയം സോളിഡ് സ്റ്റേറ്റുള്ള സാധനമാണ്, വേപ്പറല്ല, നമുക്ക് വേപ്പറാക്കി വെക്കാനും പറ്റില്ല. അപ്പോൾ സോളിഡായിട്ടുള്ള തരികൾ, ഈ സോഡിയത്തിൻ്റെ തരികൾ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്പ്രേയറിൻ്റെ ഒരു അല്പം സോഡിയം ഇതിനകത്ത് കിടക്കുന്നതായിട്ട് ചിന്തിക്കുക. ഈ സോഡിയം ഈ ചൂട് കൊണ്ട് സോഡിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 200 സംതിങ് അങ്ങ് അത്രയാണ്ടാണ്. അപ്പോൾ 250 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അത്രയും ടെമ്പറേച്ചർ ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് ഫോം ചെയ്യും. ഇതിനകത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഡിയം പതിയെ വേപ്പറായി തുടങ്ങും. വേപ്പറായിട്ട് തുടങ്ങിയ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കും. ഇതിൽ നിന്ന് വരുന്ന എനർജി, ഹീറ്റ് എനർജി ഇത് മേടിക്കും. ഇവിടെ ഒരു ഡിസ്ചാർജ് നടക്കും, ഒരു ഹീറ്റിംഗ് നടക്കും. ആ എനർജി ഈ സോഡിയം ഇലക്ട്രോൺസ് വാങ്ങിയിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് തരുമ്പോൾ ദാറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് യെല്ലോ ലൈറ്റ്. മഞ്ഞ യെല്ലോ ലൈറ്റായിരിക്കും. യെല്ലോ ലൈറ്റായിരിക്കും സോഡിയം പുറത്തേക്ക് വിടുന്നത്. സോ വാട്ട് വി വിൽ ഗെറ്റ് യെല്ലോ കളേർഡ് ലൈറ്റ്. അപ്പോൾ ഇതും ഒരു ഡിസ്ചാർജ് ലാമ്പാണ്. ഇവിടെ 2 ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. സോ ദിസ് ഓൾസോ കംസ് അണ്ടർ ഡിസ്ചാർജ് ബൾബ്. പക്ഷേ ഒരു കാര്യം എടുക്കണം, ഇവിടെ ആർഗൺ എന്ന് പറയുന്ന ഗ്യാസ് ആദ്യം ഫില്ല് ചെയ്ത് അത് ചൂടാക്കി അതിൽ നിന്നാണ് ഈ സോഡിയത്തെ ചൂടാക്കി വേപ്പറാക്കുന്നത്. അല്ല സോഡിയം വേപ്പർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, വേപ്പറായിട്ട് അത് നിൽക്കില്ല. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലൊക്കെ വെച്ച് കഴിയുന്നത് അത് സോളിഡായിട്ട് പോകും. ഇത് വേപ്പറായി കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പിന്നെ അത് സോഡിയത്തിൻ്റെ പൊടിയായിട്ട് ഇതിനകത്ത് തന്നെ കിടക്കും. ഈ സോഡിയം വേപ്പർ ലാമ്പാണ് നമ്മൾ പല ജംഗ്ഷനിലും മഞ്ഞ ലൈറ്റായിട്ട് കാണുന്നത്. നമ്മൾ വലിയ ടവർ മറ്റേ മാസ്റ്റിൽ കെട്ടിയേക്കുന്ന ലൈറ്റില്ലേ ജംഗ്ഷനുകളിലൊക്കെ, സ്ട്രീറ്റ് ലൈറ്റിൽ, അപ്പോൾ അതൊക്കെ സോഡിയം വേപ്പർ ലാമ്പാണ്. അത് മഞ്ഞ കളറിൽ കത്തും. അത് നിങ്ങൾ കണ്ടാലറിയാം. ആദ്യം ഓൺ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടേ, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് സോഡിയം ലാമ്പ് മഞ്ഞ കളറിൽ കത്തുള്ളൂ. അതുവരെ ഒരു ചുമപ്പ് കളറിൽ കത്തും. ആ ചുമപ്പ് കളറിൽ കത്താൻ കാര്യം ഈ ഫിലമെൻറ്റും ഈ ആർഗൺ ഗ്യാസിൻ്റെ ഡിസ്ചാർജും കൊണ്ടാണ് ആ ചുമപ്പ് കളറിൽ ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞ ലൈറ്റ് നല്ല തെളിച്ചത്തിൽ കത്തിത്തുടങ്ങും. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്
സോഡിയം വേപ്പർ ലാമ്പ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മുഴുവനും ഇങ്ങനെയൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുള്ള താല്പര്യം ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ ഞാനിതൊക്കെ പറയുന്ന. ഓക്കെ, ഇനി നമുക്ക് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്താണെന്ന് നോക്കാം. ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, പഴയ ട്യൂബ് ലൈറ്റ്. ഇപ്പോൾ അത് LED ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ ചോക്കും സ്റ്റാർട്ടർ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ട്യൂബ് ലൈറ്റ്. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ട്യൂബ് ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും പല വീടുകളിലും സാധാരണ ട്യൂബ് ലൈറ്റ്, അത് സാധാരണ ട്യൂബ് ലൈറ്റ്, മറ്റേത് LED ട്യൂബ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ ട്യൂബ് ലൈറ്റിനെയാണ് നമ്മൾ ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്ചാർജാണ് സംഭവിക്കുന്നത്. ഈ പറഞ്ഞ തിയറി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇലക്ട്രോൺസ് എനർജി വലിച്ചെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ, അത് തിരിച്ച് പഴയ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ആ എനർജി നമ്മൾ പുറത്തോട്ട് വിടും. അത് വിസിബിൾ സ്പെക്ട്രത്തിൽ വിടുകയാണ് സോഡിയമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഫ്ലൂറസെൻ്റ് ലാമ്പിൽ സോഡിയം അല്ല ഉപയോഗിക്കുന്നത്. ഫ്ലൂറസെൻ്റ് ലാമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. ഈ മെർക്കുറി ഇതേപോലെ തന്നെയാണ്. മെർക്കുറി വേപ്പറാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഓരോ ഇലക്ട്രോണും ഒന്ന് ഇടിക്കും. അതൊക്കെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും ഈ ഹീറ്റ് എങ്ങനെ ഉണ്ടാകുന്നത്, അവിടെ എനർജി എങ്ങനെ കിട്ടുന്നു എന്നുള്ളത്. ഹീറ്റ് മാത്രമായിട്ടല്ല കിട്ടുന്നത്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഡിസ്ചാർജ് നടക്കുമെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഫ്ലൂറസെൻ്റ് ലാമ്പും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് 2 ഇലക്ട്രോഡ്സ് കാണും. ട്യൂബ് ലൈറ്റിന് പക്ഷേ 4 ലീഡ് ഉണ്ടാവും. അതിന് കാരണം വേറെയാണ്. അപ്പോൾ ഇതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഇത് ഇലക്ട്രോഡാണെന്ന് വിചാരിക്കുക. ഇതിനകത്തും ആർഗൺ എന്ന് പറയുന്ന ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വളരെ ലോ പ്രഷറിലായിരിക്കും ട്യൂബ് ലൈറ്റ് ഫില്ല് ചെയ്യണം. ട്യൂബ് ലൈറ്റിനകത്ത് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെല്ലാം കുറവായിരിക്കും. അതിന് കാരണമുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ആർഗൺ എന്ന് പറയുന്ന വാക്വം ആയിരിക്കും ഓൾമോസ്റ്റ്. അതിനകത്തൊരല്പം ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ഈ മെർക്കുറി എന്ന് പറയുന്ന സാധനം, അത് ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അത് പതിയെ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് വെക്കും. നേരിയ തരികളായിട്ട് സ്പ്രേ ചെയ്യും. അതെല്ലാം കൂടി വീണ് ഒരു ചെറിയ മെർക്കുറിയുടെ തുമ്പായിട്ട് ഇവിടെ അങ്ങനെ കിടക്കും. അതെല്ലാം കൂടി കൂട്ടിമുട്ടി ഒക്കെ കിടക്കും. അപ്പോൾ മെർക്കുറി, അല്പം മെർക്കുറി അതിനകത്ത് ഇട്ട് കൊടുക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ പോലെ തന്നെ നമ്മൾ ഈ 2 ലീഡും 2 പൊട്ടൻഷ്യലിൽ കൊടുക്കും. 2 വോൾട്ടേജ് ആക്കി കൊടുക്കും. ഒന്ന് ഹൈ വോൾട്ടേജ്, ഇത് ലോ വോൾട്ടേജ്. ബാറ്ററി ഉപയോഗിച്ച് എന്ത് പറ്റും? ഇവിടെയുള്ള ഇലക്ട്രോൺസ് പതിയെ ഇങ്ങോട്ട് ഓടാൻ തുടങ്ങുമ്പോൾ അതിന് ഇത്തിരി ഒന്ന് ഹീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതാ പോട്ടെ. ഈ ആർഗൺ ഗ്യാസ് പതിയെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് ഈ ഇലക്ട്രോണിൻ്റെ ഓട്ടത്തിൽ നിന്ന് ഈ മെർക്കുറി മോളിക്യൂൾ പതിയെ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. ഈ മെർക്കുറി മോളിക്യൂളല്ല, മെർക്കുറി പതിയെ വേപ്പറൈസ് ചെയ്ത് തുടങ്ങും. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചു വേപ്പറൈസ് ചെയ്ത് ഇതിങ്ങനെ വേപ്പറായിട്ട് അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കും. ഈ സമയത്താണ് ഈ ഡിസ്ചാർജ് നടക്കുന്നത്. ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ഇലക്ട്രോൺ തട്ടിയിട്ട് ഇതിന് എനർജി കിട്ടും. ഏത്? ഈ മോളിക്യൂൾസിന്, മെർക്കുറി മോളിക്യൂൾസിന് എനർജി കിട്ടും. മെർക്കുറി ആറ്റത്തിന്. ആ ആറ്റത്തിന് എനർജി കിട്ടുകയെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന് എനർജി കിട്ടും. ഇറ്റ് വിൽ ജമ്പ് ടു ദ ഔട്ടർ ഷെൽ, ദെൻ ഇറ്റ് വിൽ കം ബാക്ക്. അപ്പോൾ അത് കുറച്ച് ഈ റേഡിയേഷൻ പുറത്തോട്ട് വിടും. അത് അൾട്രാ വയലറ്റ് റേസ് ആയിരിക്കും. അൾട്രാ വയലറ്റ് രശ്മികളാണ്. അല്ലാണ്ട് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രശ്മികളല്ല. നമ്മളുടെ കണ്ണുകൾക്ക് ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളാണ് അത് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ ലൈറ്റിൽ കൂടി അൾട്രാ വയലറ്റ് പുറത്തോട്ട് വരും ട്യൂബിലൂടെ. കണ്ണ് പോകാനായിട്ട് വേറെ മാർഗ്ഗമൊന്നും വേണ്ട. മാത്രമല്ല ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഈ അൾട്രാ വയലറ്റ് സഹായിക്കും. പിന്നെ എങ്ങനെയാണ് ട്യൂബ് ലൈറ്റ് വർക്ക് ചെയ്യുക? ട്യൂബ് ലൈറ്റ് അതുകൊണ്ടാണ് വെളുത്ത കളറിലിരിക്കണം. ട്യൂബ് ലൈറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ബൾബ് അതിനകത്തിരിക്കണം ഒന്നും തന്നെ കാണാൻ പറ്റാത്ത കാര്യം അതിലൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിന് ഇതിൻ്റെ ചുറ്റും ഇതൊരു കോട്ടിങ് ഇങ്ങനെ കൊടുക്കും. ഈ കോട്ടിങ്ങിൻ്റെ പേരാണ് ഫോസ്ഫർ.
ഫോസ്ഫർ എന്ന് പറയുന്ന ഒരു സാധനമാണ് പൂശുന്നത്. ഫോസ്ഫറസ് അല്ല കേട്ടോ, ഫോസ്ഫറസ് ഒരു എലമെൻ്റാണ്. ഫോസ്ഫർ എന്ന് പറയുന്ന ഒരു സാധനപ്പെട്ട അതൊരു തരം കോമ്പൗണ്ടാണ്. അത് നിങ്ങൾ കെമിസ്ട്രിയിലെ അധ്യാപകരോട് ചോദിച്ചാൽ കൂടുതലായിട്ട് പറഞ്ഞു തരും. അതായത് ട്രാൻസിഷൻ എലമെൻസും റെയർ എർത്ത് എലമെൻസ് എന്നൊക്കെ പറഞ്ഞുണ്ട്, സീഷ്യം അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതിൻ്റെ ഓരോ കോമ്പൗണ്ടുകളാണ്, അതിൻ്റെ ബ്രോമൈഡ്, അതിൻ്റെ ക്ലോറൈഡ്, അതുപോലുള്ള ഇതാണ് ഈ ഫോസ്ഫർ എന്ന് പറയുന്നത്. അത് കെമിസ്ട്രി അധ്യാപകർക്ക് കൂടുതലായിട്ട് അറിയും, എനിക്കതിനെപ്പറ്റി വലിയ ഇൻ ഡെപ്ത് ധാരണയില്ല. അപ്പോൾ ഈ ഫോസ്ഫർ എന്ന് പറയുന്ന സാധനമാണ് ആ ട്യൂബ് ലൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ കോട്ട് ചെയ്യും. അതിന്മേലോട്ടാണ് ഈ അൾട്രാ വയലറ്റ് രശ്മികൾ വന്ന് വീഴുന്നത്. ഈ ഫോസ്ഫറിൻ്റെ ആറ്റത്തിന്, മോളിക്യൂൾസിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു കോമ്പൗണ്ടാണ്, അത് മോളിക്യൂളാണ്, അതിനകത്ത് ആറ്റംസ് ഉണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതും ഇതുപോലുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ, സപ്പോസ് ദിസ് ഈസ് ഫോസ്ഫർ, അത് ഡിപ്പെൻഡിങ് ഓൺ ദ ലൈറ്റ് പല കോമ്പൗണ്ടുകൾ പൂശും. ഈ ഫോസ്ഫറിൻ്റെ ആറ്റത്തിനും ഇതുപോലെ പ്രത്യേകതകളുണ്ട്. ഇതേപോലെ ഇലക്ട്രോൺ എനർജി വലിച്ചെടുത്തിട്ട് പുറത്തോട്ട് വിടുന്നത് വിസിബിൾ ലൈറ്റ് ആയിരിക്കും, നമ്മുടെ സാധാരണ ലൈറ്റ് ആയിരിക്കും, വൈറ്റ് ലൈറ്റ്. അപ്പോൾ ഫ്ലൂറസൻ ലാമ്പിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ചാർജ് വഴി മെർക്കുറി മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്തിട്ട് അത് പുറപ്പെടുവിക്കുന്ന ലൈറ്റ് അൾട്രാ വയലറ്റ് രശ്മികളാണ്. ആ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മൾ ഫോസ്ഫർ എന്ന് പറയുന്ന മെറ്റീരിയലിലോട്ട് കൊണ്ട് വീഴ്ത്തും. അപ്പോൾ ആ അൾട്രാ വയലറ്റ് രശ്മികൾ ഈ ഫോസ്ഫർ മോളിക്യൂൾസ് വലിച്ചെടുത്തിട്ട് അത് പുറത്തോട്ട് വൈറ്റ് ലൈറ്റ് വിടും. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പാണ്. കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. ഇനി ഈ ട്യൂബ് ലൈറ്റിന് ഇങ്ങനെയൊന്നും അല്ല അതിൻ്റെ കണക്ഷൻ കിടക്കുന്നത്, അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ട്യൂബ് ലൈറ്റ് ഇങ്ങനെ 2 ലീഡാണ്, ഇങ്ങനെ ഒരു ഫിലമെൻറ്റുമായിട്ട് 2 ലീഡാണ് ട്യൂബ് ലൈറ്റിന്. ഇതിൽ ഒരെണ്ണം ഇതെടുത്താണ് നമ്മൾ നമ്മുടെ സപ്ലൈയിലോട്ട് കൊടുക്കുന്നത്. ഇത് സപ്ലൈ ആണെന്ന് വിചാരിക്കുക, ഇതാണ് സപ്ലൈ നമ്മളുടെ. അത് കഴിഞ്ഞ് ഇത് ഒരെണ്ണം എടുത്ത് ഒരു ചോക്ക് എന്ന് പറയുന്ന സാധനത്തിൽ കൊടുക്കും, ചോക്ക്. എന്നിട്ട് ഈ അറ്റം എടുത്ത് ഒരു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിലേക്ക് കൊടുക്കും. അതൊരു സ്വിച്ചാണ്, ഇതൊരു സ്വിച്ചാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒരു സ്വിച്ചാണ്. അത് ചൂടാകുമ്പോൾ വിട്ടുപോകും, കണക്ഷൻ വിട്ടുപോകും, അങ്ങനെ ഒരു സാധനമാണ്. ഇതിനെ ചോക്കിനെ പറയുന്ന വേറൊരു പേരാണ് ബലാസ്റ്റ്. ഇത് ഉപയോഗിച്ചാണ് ഈ ട്യൂബ് ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ഹീറ്റർ വർക്ക് ചെയ്യണം. ഹീറ്റർ വർക്ക് ചെയ്ത് ചൂടാക്കി ആർഗൺ ഗ്യാസ് ചൂടാകണം. അതിന് വേണ്ടി കണക്ഷൻ ഇതൊരു സ്വിച്ചാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഇതിലൂടെ ഒഴുകി ഈ ചോക്കിനകത്തുകൂടി ഒഴുകി ഇതങ്ങോട്ട് പോകും. ചോക്കിനകത്ത് കുറേ ഓയിൽ മാത്രമേ ഉള്ളൂ, ഒഴുകി അങ്ങ് പോകും. അപ്പോൾ ഇത് ഹീറ്റഡ് ആവും. ആർഗൺ ഗ്യാസിലൂടെ കണ്ടക്ഷൻ നടന്ന് മെർക്കുറി ഉരുകി കണ്ടക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് കൂടി. അന്നേരമാണ് ഈ അൾട്രാ വയലറ്റ് എഴുതുക. പിന്നെ അത് ഫ്ലൂറസൻ്റ് ഇതിലോട്ട് വീഴുമ്പോൾ, ഫോസ്ഫറിൽ വീഴുമ്പോൾ അത് ലൈറ്റായിട്ട് വരിക. പിന്നെ ഈ സ്വിച്ചിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ കണക്ഷൻ്റെ ആവശ്യമില്ല. പിന്നെ കണക്ഷൻ ഇങ്ങനെ തന്നെ പോയിക്കോളും. കണ്ട, ഇങ്ങനെ വന്ന് കറണ്ട് ഇതിലൂടെ കയറി ഇങ്ങനെ പോയിക്കോളും. അപ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ പിന്നെ ആവശ്യമില്ല. അപ്പോൾ സ്റ്റാർട്ടർ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അത് തുടക്കത്തിലൊന്ന് ഈ കോയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ് സ്റ്റാർട്ടർ. ഇനി അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഈ ചോക്കിൻ്റെ ഉപയോഗമൊക്കെ വേറെ ചിലതാണ്. അതിലേക്ക് കറണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കറണ്ട് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ മെർക്കുറിക്കൊരു കുഴപ്പമുണ്ട്. മെർക്കുറിയുടെ വേപ്പർ സ്റ്റേജ് കൂടി പ്രഷർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒന്നും നിങ്ങൾ പോകണ്ട. അപ്പോൾ ഇതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഇനി കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം തന്നെ, ഇവിടെ ഒരു ചോക്കും ഇവിടെ ഒരു സ്റ്റാർട്ടറും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ചെറിയ ചോക്കും സ്റ്റാർട്ടറും പിടിപ്പിച്ചിട്ട് ഇത് ഇങ്ങനെ ട്യൂബ് ലൈറ്റിൽ ഇങ്ങനെയാണ്. എന്നിട്ട് ഇതായിരിക്കും ബൾബിൻ്റെ ഷേപ്പ്.
നിങ്ങൾ കണ്ടു കാണാം ഇങ്ങനത്തെ ഫ്ലൂറസൻ ലാമ്പ്. ചിലത് ഇങ്ങനെ പിരിച്ചൊക്കെ വെച്ചേക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് സ്റ്റാർട്ടറും ചോക്കും ഒക്കെ ഉണ്ടാവും. സോ ദിസ് ഈസ് കോൾഡ് ഫ്ലൂറസൻ കോമ്പാക്റ്റ് ഫ്ലൂറസൻ ലാമ്പ്, ചെറിയ ഫ്ലൂറസൻ ലാമ്പുകൾ. ഇതിനകത്തും ആർഗണും മെർക്കുറിയൊക്കെ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ ഉണ്ടാക്കി അത് ഫ്ലൂറസൻ്റ് ഫോസ്ഫറിൽ വീഴ്ത്തി അതിൽ നിന്ന് ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസ്ചാർജ് ലാമ്പ്സ്, ആർക്ക് ലാമ്പ്, സോഡിയം വേപ്പർ, ഫ്ലൂറസൻ ലാമ്പ്. ഇനി ഇതിനും കുറച്ച് ദോഷമുണ്ട്. എന്താണ് ഇതിൻ്റെ ദോഷം? ഇതിനകത്ത് മെർക്കുറി ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ചൂടൊന്നും അധികം പോകുന്നില്ല, ഹീറ്റ് എനർജി ആയിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ള, ലൈറ്റും കൂടുതൽ കിട്ടും. അപ്പോൾ ഇൻകാൻഡസൻറ്റ് ബൾബിനേലും വളരെ മെച്ചപ്പെട്ടതാണ് ഈ ഫ്ലൂറസൻ ലാമ്പുകളും ആർക്ക് ലാമ്പുകളും സോഡിയം വേപ്പർ ലാമ്പുകളൊക്കെ. ഇതിനകത്ത് ഈ ഫ്ലൂറസൻ ലാമ്പിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായ മെർക്കുറി എന്നൊരു സാധനം നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മെർക്കുറി ഇത് ചീത്തയായി കഴിഞ്ഞാൽ മെർക്കുറി ഭൂമിയിലേക്ക് പിന്നെയും വരികയാണ്. സോ അത് എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ വിൽപ്പനയും ഇതിൻ്റെ ഉപയോഗവും നമ്മൾ പതിയെ കുറച്ച് കൊണ്ടുവരുന്നത്. കുറച്ച് കൊണ്ടുവന്ന് പിന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് LED ബൾബുകളാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതൊന്നുപോലത്തെ പണിയൊന്നുമില്ല. ആ ഡയോഡിൻ്റെ തന്നെ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്, അതിനകത്തോട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രകാശം ഉത്ഭവിക്കും. ദാറ്റ് ഈസ് കോൾഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.